റഫേൽ യുദ്ധവിമാനത്തിൽ അല്പസമയത്തിനകം പറന്നുയരും നമ്മുടെ സുപ്രീം കമാൻഡർ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇത് രണ്ടാം വട്ടമാണ് ഒരു യുദ്ധവിമാനത്തിൽ പറന്നുയരുന്നത്. നേരത്തെ സുഖോയ് വിമാനത്തിൽ, ഇപ്പോൾ റഫേൽ യുദ്ധവിമാനത്തിൽ. അതാകട്ടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായ ഒരു വിമാനത്തിൽ പറക്കാൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. രാഷ്ട്രപതി ഏതായാലും യുദ്ധവിമാനത്തിനുള്ളിൽ കയറിക്കഴിഞ്ഞു. ശ്രീകാന്ത് കൂടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ ഒരു നേതൃത്വത്തിൻ്റെ വലിയൊരു ഉദാഹരണമായി രാഷ്ട്രപതി നിലകൊള്ളുന്നുണ്ട്. നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ ഒരു ജനകീയ സ്വഭാവമുള്ള രാഷ്ട്രപതി, ജനങ്ങളോട് എപ്പോഴും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന, അവരെക്കുറിച്ച് സംസാരിക്കാൻ, അവരോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. ഈ ദ്രൗപദി മുർമുവിൻ്റെ പ്രസിഡൻഷ്യൽ കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലല്ലേ ഇത്? നിലവിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ തരത്തിലും നേതൃത്വം മുന്നിൽ നിന്ന് നയിക്കുന്ന, അതായത് രാജ്യത്തെ ഭരിക്കുന്ന ആളുകൾ ലീഡർഷിപ്പ് മാറ്റേഴ്സ് എന്ന് പറയും. കാരണം ഇവിടുത്തെ ലീഡർഷിപ്പ്, ഇവിടുത്തെ നേതൃത്വം മുന്നിൽ നിന്ന് നയിക്കുന്ന, മുന്നിൽ നിന്നും മറുപടി നൽകുന്ന കാഴ്ച നമ്മൾ പല ഘട്ടങ്ങളിലായി കണ്ടിട്ടുള്ളതാണ്. അതിപ്പോൾ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിലായിക്കോട്ടെ, സർജിക്കൽ സ്ട്രൈക്കിലായിക്കോട്ടെ, അമേരിക്കയുമായുള്ള താരിഫ് യുദ്ധത്തിലായിക്കോട്ടെ, ഏത് കാര്യത്തിലായാലും ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇവിടുത്തെ ലീഡർഷിപ്പ് മുന്നിൽ നിന്ന് നയിക്കുന്ന കാഴ്ച നമുക്ക് എല്ലാ ഘട്ടത്തിലും കാണാൻ സാധിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ തന്നെ ഇത് നമ്മൾ നേരിട്ട് കണ്ടതുമാണ്. ഇതാ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപതിയും നമ്മുടെ പ്രധാനമന്ത്രി എങ്ങനെയാണോ, നമ്മുടെ ആഭ്യന്തരമന്ത്രി എങ്ങനെയാണോ, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററും അങ്ങനെയുള്ള ജനപ്രതിനിധികൾ ഏത് തരത്തിലാണോ പ്രവർത്തിക്കുന്നത്, മുന്നിൽ നിന്ന് നയിക്കുന്നത്, ഏതാണ്ട് അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതിയും മുന്നിൽ നിന്ന് നയിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ സർവ്വ സൈന്യാധിപ എന്ന നിലയിൽ നമ്മുടെ ഫോഴ്സിന് ആത്മവീര്യം പകർന്നു നൽകേണ്ടതും നമ്മുടെ ഫോഴ്സിനെ എല്ലാ തരത്തിലും സജ്ജമാക്കി നിർത്തേണ്ടതും നമ്മുടെ രാഷ്ട്രപതിയുടെ കടമ തന്നെയാണ്. അതിനാൽ കൂടി തന്നെ വേണം രാഷ്ട്രപതിയുടെ ഇന്നത്തെ ഈ റഫേൽ യാത്രയെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത, രാജ്യത്തിന് അഭിമാനകരമായി മാറിയ റഫേൽ യുദ്ധവിമാനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സഞ്ചരിക്കുന്നു. അത് വ്യക്തമായ സന്ദേശം നൽകാൻ ഉദ്ദേശിച്ച് തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിമാനമല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി രണ്ടാമത്തെ കാര്യം, അംബാല എയർബേസിൽ നിന്നും എ പി സിംഗിന്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ ഈ ഒരു യാത്ര നടക്കുന്നു എന്ന് പറയുമ്പോൾ വ്യോമസേനയ്ക്ക് അത് എത്രത്തോളം ആത്മവീര്യം പകർന്നു നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം വ്യോമസേനയാണ് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകിയത്. അത് ബഹാവൽപൂരിലാകട്ടെ, മുരീദ് കെയിലാകട്ടെ, ആ ഭീകര ക്യാമ്പുകൾ തകർത്തതിലാകട്ടെ, പാകിസ്ഥാന്റെ ഹാങ്ങറുകൾ തകർത്ത് തരിപ്പണമാക്കിയ സംഭവമാകട്ടെ, അവരുടെ എയർബേസുകളിൽ ആക്രമണം നടത്തിയതാകട്ടെ, മുഴുവൻ വ്യോമസേനയുടെ ഭാഗത്തു നിന്നാണ് ഈ ആക്രമണങ്ങൾ മുഴുവൻ ഉണ്ടായത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനാൽ തന്നെ മുന്നിൽ നിന്ന് നയിക്കുക എന്ന രാജ്യത്തെ നേതൃത്വത്തിന്റെ അതേ രീതി പിന്തുടരുക തന്നെയാണ് രാഷ്ട്രപതി. ജനപ്രതിനിധികൾ ഏത് രീതിയിലാണോ, നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഏത് രീതിയിലാണോ മുന്നിൽ നിന്ന് നയിക്കുന്നത്, അതേ രീതി തന്നെയാണ് രാഷ്ട്രപതിയും. ജനങ്ങളോട് കൂടുതൽ ഇഴുകിച്ചേരുന്ന സ്വഭാവം അത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് നേരത്തെ ഗൗതം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഒരു പഞ്ചായത്ത് മെമ്പറായി തുടങ്ങിയ, ഒരു സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്ത, പഞ്ചായത്ത് മെമ്പറായി തുടങ്ങി പടിപടിയായി ഉയർന്നു വന്ന, സാന്താൾ ട്രൈബിൽ നിന്നും ഉയർന്ന് രാജ്യത്തിന്റെ പരമോന്നത അധികാരത്തിലേക്ക് എത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു വേരുകൾ മറക്കാത്ത വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ അതേസമയം തന്നെ അവരുടെ നേതൃശേഷി, അസാമാന്യ നേതൃശേഷി പ്രകടിപ്പിക്കുന്ന വനിത കൂടിയാണ് നമ്മുടെ രാഷ്ട്രപതി. മുന്നിൽ നിന്ന് നയിക്കുകയാണ് സർവ്വ സൈന്യാധിപ. അതിന്റെ നേർചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഗൗതം, അതായത് നമ്മുടെ നാട്ടിലെത്തി വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് ശബരിമല ദർശനം നടത്തി നമ്മൾ കണ്ടതാണ് എത്രമാത്രം എളിമയോടെ, ഭക്തിയോടെ ഒരു രാഷ്ട്രപതി സന്നിധാനത്തേക്ക് ഇരുമുടി കെട്ടി ശരണം വിളിച്ച് കയറുന്നു. ആ അയ്യന് മുന്നിൽ എത്ര നേരമാണ് ഇങ്ങനെ പ്രാർത്ഥനകളോടെ നിന്നതെന്ന് നമുക്കറിയാം. അപ്പം ഇവിടെ വന്ന് മടങ്ങിപ്പോയുടൻ ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തുന്നു രാഷ്ട്രപതി. പട്ടിക നോക്കുമ്പോൾ എല്ലാ രാഷ്ട്രപതിമാരും വലിയ ജനകീയ അടിത്തറ ഉള്ളവരാകണം എന്നതിലൊരു നിർബന്ധം നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം ഒന്ന്,
രാഷ്ട്രപതിമാരെ തെരഞ്ഞെടുക്കുന്നത് ഒരു പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമുക്ക് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പ്രത്യേകതകളൊക്കെ അറിയാവുന്നതാണ്. ചുരുക്കം രാഷ്ട്രപതിമാർ മാത്രമാണ് പൊതുവെ വലിയ ജനകീയ അടിത്തറയുള്ളവരായി മാറുന്നത്. നമുക്കിപ്പോൾ APJ അബ്ദുൽ കലാം അതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കാരണം ഒരുപക്ഷേ ഭാരതത്തിൻ്റെ രാഷ്ട്രപതിമാരുടെ പട്ടികയിൽ ഏറ്റവും സ്വീകാര്യൻ അല്ലെങ്കിൽ ഏറ്റവും ജനകീയൻ ആരാണ് എന്ന ചോദ്യത്തിനൊക്കെ ഒരുപക്ഷെ ഉത്തരം APJ അബ്ദുൽ കലാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. ദ്രൗപദി മുർമുവും സമാനമായ രീതിയിൽ ജനകീയ അടിത്തറയുള്ള ഒരു നേതാവ് കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒഡീഷയിലെ വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ച് പിന്നീട് ജാർഖണ്ഡിൻ്റെ ഗവർണറായും അതോടൊപ്പം തന്നെ ഒഡീഷയിലെ മന്ത്രിയായും ഒക്കെ വളർന്ന് വിവിധ തലങ്ങളിൽ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച് സ്കൂൾ ടീച്ചറായി അധ്യാപികയായി കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകി. അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ പ്രത്യേകിച്ച് വനവാസി വിഭാഗങ്ങളുടെ ഉന്നമനങ്ങൾക്കായി വിവിധ കാരണങ്ങളാൽ വളരെ പിന്നോക്കമായി നിൽക്കുന്ന ഒരു സമൂഹത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു കാലഘട്ടം നീക്കി വച്ചിട്ടുള്ള അനശ്വര വ്യക്തിത്വമാണ് ദ്രൗപദി മുർമു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദ്രൗപദി മുർമു ഭാരതത്തിൻ്റെ പ്രസിഡന്റ് ആകുന്ന ഘട്ടത്തിൽ തന്നെ നമ്മുടെ രാജ്യത്ത് നടന്ന വലിയ ആഘോഷങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും ഒരു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പും ഇത്രത്തോളം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. അങ്ങനെയുള്ള രാഷ്ട്രപതി കേരള സന്ദർശനം നടത്തി അടുത്തിടെ ശബരിമലയിലെത്തി. അതൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടി. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ വാർത്തകളൊക്കെ നൽകിയതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ പോർ വിമാനമായ റഫേലിൽ പറന്നുയർന്ന് ചരിത്രം സൃഷ്ടിക്കുവാൻ ദ്രൗപദി മുർമു ഒരുങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന അംബാലയിലെ എയർബേസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ അംബാല എയർബേസിനും വളരെയധികം ചരിത്ര പ്രാധാന്യമുണ്ട്. 1919 ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം നിർമ്മിക്കുന്നതാണ് ഈ അംബാല എയർബേസ് എന്നത്. ഭാരതത്തിൻ്റെ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു എയർബേസ് ആണ് അംബാല. നമുക്കറിയാം ഈ റഫേൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നും റഫേലിൻ്റെ ആദ്യഘട്ട വിമാനങ്ങൾ നേരിട്ട് പറന്നു വന്ന് ലാൻഡ് ചെയ്യുന്നത് തന്നെ ഹരിയാനയിലെ അംബാല എയർബേസിലായിരുന്നു. അവിടെ ഭാരതത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട വിമാനങ്ങളും അവിടെ തന്നെയുണ്ട്. അത് സുഖോയ് ആണെങ്കിലും നമ്മൾ തന്നെ നിർമ്മിച്ചിട്ടുള്ള തേജസ് പോലെയുള്ള നമ്മുടെ സ്വയം നിർമ്മിച്ചിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തന്നെ നിർമ്മിച്ച തേജസ് പോലുള്ള നമ്മുടെ സ്വയം നിർമ്മിതമായിട്ടുള്ള വിമാനങ്ങളെല്ലാം പോർ വിമാനങ്ങളെല്ലാം അവിടെയുണ്ട്. അങ്ങനെ ഭാരതത്തിൻ്റെ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു സ്ഥലമാണ് ഈ അംബാലയിലെ എയർബേസ് എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവിടെ നിന്നാണ് സർവ്വസൈന്യാധിപയായ രാഷ്ട്രപതി അല്പസമയത്തിനകം തന്നെ റഫേൽ വിമാനത്തിൽ പറന്നുയരാൻ പോകുന്നത്. ഭാരതത്തിൻ്റെ വ്യോമസേനയെ സംബന്ധിച്ച് ഇതൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്. നമ്മൾ മുൻപ് പല യുദ്ധങ്ങളിലും നേടിയ ഐതിഹാസികമായ വിജയങ്ങളിൽ ഇന്ത്യൻ എയർഫോഴ്സ് വഹിച്ചിട്ടുള്ള പങ്കിനെ പറ്റി കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തു പോകേണ്ടതുണ്ട്. 1947 ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യ യുദ്ധത്തിൽ ഒരുപക്ഷെ എയർഫോഴ്സ് വലിയ പങ്കൊന്നും വഹിച്ചിട്ടില്ല. അതിൽ വ്യോമസേനയ്ക്ക് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ 65 വലിയ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം പാകിസ്ഥാൻ ഗുജറാത്ത് തീരത്ത് കച്ച് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് പ്രകോപനം സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാന് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നതിൽ ഭാരതത്തിൻ്റെ വ്യോമസേന വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിരുന്നു. പാകിസ്ഥാനിലെ പല പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് 1965 നമ്മുടെ പോർവിമാനങ്ങൾ പറന്നുയർന്ന് വളരെ വിജയകരമായി ആ ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷമാണ് തിരിച്ചെത്തിയത്. അങ്ങനെയാണ് 65 യുദ്ധം നമുക്ക് ആധികാരികമായി പാകിസ്ഥാനുമേൽ വിജയിക്കുവാൻ ഭാരതത്തിന് കഴിഞ്ഞത്. ആ യുദ്ധത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പങ്ക് വളരെ സുപ്രധാനമായിരുന്നു. 1971 ബംഗ്ലാദേശും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന സംഘർഷത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടി ഭാരതം ഇടപെടുകയും ആ ഘട്ടത്തിലും ഭാരതത്തിൻ്റെ പോർ വിമാനങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ തോതിലുള്ള തിരിച്ചടികൾ നൽകി. പിന്നീട് 85 കാലഘട്ടങ്ങളിൽ ഇന്നത്തെ സിയാച്ചിൻ എന്ന ഭാരതത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ സൈനിക താവളം അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സൈനിക താവളമാണ് സിയാച്ചിൻ. ആ സിയാച്ചിൻ പിടിച്ചെടുക്കുവാനൊരു ശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഓപ്പറേഷൻ മേഘദൂത് എന്ന പേരിൽ ഭാരതത്തിൻ്റെ വ്യോമസേനയാണെന്ന് സിയാച്ചിൻ മലനിരകൾ ഭാരതത്തിനൊപ്പം നിലനിർത്തുവാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയത്. നമുക്കറിയാം സിയാച്ചിൻ എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഞ്ഞുമലകൾ കൊണ്ട് മൂടിക്കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സൈനിക താവളം എന്നതിലുപരി ഏറ്റവും ദുഷ്കരമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള അല്ലെങ്കിൽ
ഏറ്റവും അധികം പ്രകൃതി വലിയ തോതിൽ ക്ഷോഭിച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടേക്ക് പോകുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം കഠിനമായ ഒരു കാര്യമാണ്. ആ മലനിരകളിൽ ഇന്നിപ്പോൾ ഭാരതത്തിന് സൈനിക താവളമുണ്ട്. ആ സൈനിക താവളം അവിടെ നിലനിർത്തുവാനും അത് നിർമ്മിക്കാനും ഒക്കെ കാരണമാകുന്നത് ഈ 1988 പാകിസ്ഥാൻ ആ പ്രദേശത്ത് നടത്തിയ പ്രകോപനമാണ്. അന്ന് ഓപ്പറേഷൻ മേഘദൂത് എന്ന പേരിൽ ഇന്ത്യൻ എയർഫോഴ്സാണ് പാകിസ്ഥാന്റെ ആ പ്രകോപനത്തെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. പിന്നീട് നമുക്കറിയാം 99 നടക്കുന്ന കാർഗിൽ യുദ്ധത്തിൽ കരസേനയാണ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. അതൊരു വ്യോമസേനകൾ തമ്മിലുള്ള യുദ്ധമായി കാര്യങ്ങൾ എത്തിയില്ല എങ്കിൽ പോലും വ്യോമസേനയ്ക്ക് അതിൽ നിർണായകമായ പങ്കുണ്ട്. കാരണം നാജികേതയെ പോലെയൊക്കെയുള്ള വ്യോമസേനയുടെ പല പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അന്ന് പാകിസ്ഥാൻ്റെ പിടിയിലായതൊക്കെ നമുക്കറിയാം. വ്യോമസേന ആ യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ കരസേനയാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത്. കരമാർഗമാണ് കൂടുതൽ പോരാട്ടം നടന്നത് എന്നതൊരു വസ്തുതയാണ്. പിന്നീട് 2019 നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ അതിന് തിരിച്ചടിയായി 2019 ഫെബ്രുവരി മാസം 26-ാം തീയതിയാണ് പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഭാരതം തിരിച്ചടി നൽകുന്നത്. അന്ന് ജെയ്ഷെയുടെ കേന്ദ്രങ്ങളിലേക്ക് ഭാരതത്തിൻ്റെ പോർവിമാനങ്ങൾ സുഖോയ് ഉൾപ്പെടെ പോയി. മിറാഷ് ഉൾപ്പെടെയുള്ള പോർവിമാനങ്ങളാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ബാലാക്കോട്ടിലെ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് തിരിച്ചു വന്നത്. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന കാര്യങ്ങൾ നേരത്തെ ശ്രീകാന്ത് ഉൾപ്പെടെ വിശദീകരിച്ചിരുന്നതാണ്. അങ്ങനെ ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 965, 71, 88, 99, 2019 അങ്ങനെ വിവിധ കാലഘട്ടങ്ങളിൽ ശത്രു രാജ്യങ്ങൾ നമുക്ക് മേൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഘട്ടങ്ങളിൽ ആ ശത്രുവിനെ കൃത്യമായി ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ കരുത്തെന്താണെന്ന് വിശദീകരിക്കുവാൻ, അത് ഓർമ്മപ്പെടുത്തുവാൻ ഇന്ത്യൻ വ്യോമസേന എല്ലാ കാലഘട്ടങ്ങളിലും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഭാരതത്തിൻ്റെ അഭിമാനമായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർഫോഴ്സുകളിൽ ഒന്നായ ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷം തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. ശ്രീകാന്തും ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ശ്രീകാന്ത്, ഗൗതം പറഞ്ഞതുപോലെ ഭാരതത്തിന് അഭിമാനിക്കാവുന്ന നിമിഷം. റഫേൽ യുദ്ധവിമാനത്തിൽ ഭാരതത്തിൻ്റെ സർവ്വസൈന്യാധിപ അല്പസമയത്തിനകം തന്നെ പറക്കും എന്നുള്ളതാണ് അംബാലയിലെ എയർബേസിൽ നിന്ന് ഏറ്റവും ഒടുവിൽ നൽകാൻ പറ്റുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാന്ത്? അനിൽ നമ്പ്യാർ, അല്പസമയത്തിനകം നിലവിൽ ഇതിനോടകം തന്നെ പ്രസിഡന്റ് ദ്രൗപദി മുർമു യുദ്ധവിമാനത്തിലേക്ക് ബോർഡ് ചെയ്ത് കഴിഞ്ഞു. ദ്രൗപദി മുർമുവിനൊപ്പം സഞ്ചരിക്കുന്ന വൈമാനികനും വ്യോമസേനാ വൈമാനികനും ഇതിനോടകം തന്നെ ഈ യുദ്ധവിമാനത്തിലേക്ക് ബോർഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അംബാല എയർബേസ് തെരഞ്ഞെടുത്തതിന് പിന്നിലും ഈ റഫേൽ യുദ്ധവിമാനം തെരഞ്ഞെടുത്തതിന് പിന്നിലും ചില പ്രത്യേകതകളുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് പോകാം. കാരണം ഈ അംബാല എയർബേസ് ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ എയർബേസുകളിൽ ഒന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. 1914 ഈ എയർബേസിന്റെ ആദ്യത്തെ ഒരു എയർ സ്ട്രിപ്പായി ഇത് രംഗത്ത് വരുന്നത്. ഇത് പിന്നീട് ഘട്ടം ഘട്ടമായി ഉയർത്തപ്പെടുകയും നമ്മുടെ എയർബേസായി മാറുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ റഫേൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യത്തെ ബേസ് എന്ന രീതിയിൽ അതിൻ്റെ ഫസ്റ്റ് ബാച്ച് വന്നിറങ്ങിയത് തന്നെ നമ്മുടെ അംബാല എയർബേസിലേക്കാണ്. അത്തരത്തിൽ നമ്മളുടെ ഏറ്റവും വിലയേറിയ യുദ്ധവിമാനം സൂക്ഷിക്കുന്ന ഹാങ്ങറുകൾ ഉള്ളതും ഈ അംബാല എയർബേസിൽ തന്നെയാണ്. ഇനി മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഈ അംബാല എയർബേസിനെ കുറിച്ച്. ഈ അംബാല എയർബേസിൽ നിന്നും പറന്നു പൊങ്ങിയ യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാനിൽ വ്യാപകമായ ബോംബാക്രമണം നടത്തിയത്, പാകിസ്ഥാനിൽ മിസൈൽ ആക്രമണം നടത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പാകിസ്ഥാനെ മുച്ചൂടും മുടിച്ചത് ഈ ഹരിയാനയിലെ അംബാല എയർബേസിൽ നിന്നും പറന്നു പൊങ്ങിയ യുദ്ധവിമാനങ്ങളാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് കനത്ത പ്രഹരമേൽപ്പിച്ചത്. അത് ബഹാവൽപൂരിലാകട്ടെ, മുരീദ്കയിലാകട്ടെ, പാകിസ്ഥാന്റെ എയർബേസുകളിലാകട്ടെ, അവരുടെ ഹാങ്ങറുകളിലാകട്ടെ, എവിടെയും പറന്നു പൊങ്ങി ശക്തമായ തിരിച്ചടി നൽകിയത് അംബാല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ എയർബേസ് കേന്ദ്രീകരിച്ചാണ് എന്നുള്ളത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇനി മറ്റൊന്ന്, ഈ റഫേൽ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ഫൈറ്റർ ജെറ്റ് എന്ന് ഇപ്പോൾ പറയാവുന്നത് ഈ റഫേൽ തന്നെയാണ്. നമ്മുടെ കയ്യിൽ സുഖോയ് MI-30 ഒക്കെയുണ്ട്. സുഖോയിൽ നേരത്തെ തന്നെ രാഷ്ട്രപതി യാത്ര ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ ദ്രൗപദി മുർമു യാത്ര ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മുൻപുണ്ടായിരുന്ന രാഷ്ട്രപതി
ഡോക്ടർ APJ അബ്ദുൽ കലാമും ഈ സുഖോയ് Mi-30 യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ നമ്മുടെ കൈവശമുള്ള യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഫേലാണ്. ഈ റഫേൽ അതിനാൽ തെരഞ്ഞെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തേത്, ഈ റഫേൽ യുദ്ധവിമാനത്തിന്, ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള റഫേൽ യുദ്ധവിമാനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇക്കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ തലങ്ങും വിലങ്ങും ആക്രമിച്ചത് ഇതേ റഫേൽ യുദ്ധവിമാനം ഉപയോഗിച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ യുദ്ധവിമാനത്തിൽ തന്നെ രാഷ്ട്രപതി യാത്ര ചെയ്യുന്നത് ശത്രുക്കൾക്ക്, ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക്, വിശേഷിച്ച് പാകിസ്ഥാന് കൃത്യമായ സന്ദേശം നൽകൽ കൂടിയാണ്. മൂന്നാമത്തേത്, ഈ രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച, ഇവിടുത്തെ സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞ ഈ പാകിസ്ഥാൻ ഭീകരരുടെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തതും ഇതേ റഫാലാണ്. ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു സർവ്വസൈന്യാധിപ ആ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വ്യോമസേനയ്ക്ക് അത് ആദരവർപ്പിക്കുകയാണ്. ഈ മുഴുവൻ രാജ്യത്തെ പൗരന്മാരോടും കൃത്യമായി പറയുകയാണ്, ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന സന്ദേശം കൂടി നൽകുകയാണ് ഇതിലൂടെ രാഷ്ട്രപതി ചെയ്യുന്നത്. എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഓപ്പറേഷൻ തൃശൂൽ എന്ന പേരിൽ നമ്മുടെ ഒരു സൈനിക പരിശീലനം നടക്കുന്നുണ്ട്. അത് നാവികസേന, വ്യോമസേന, അതോടൊപ്പം കരസേന, ഈ 3 പേരും കൂടി ചേർന്നുള്ള തൃശൂൽ നടക്കുന്നുണ്ട്. അതൊരു പരിശീലന പരിപാടിയാണ്. പക്ഷേ അത് വെറുതെ നടത്തുന്ന ഒരു പരിശീലന പരിപാടിയായി കാണരുത്. കാരണം ഏത് നിമിഷവും മറ്റൊരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. സർക്രീക്ക് പോലെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ചില ഡെവലപ്മെന്റ്സ് നടത്തുന്നുണ്ട്. അവർക്ക് താല്പര്യമുള്ള പ്രദേശം കൂടിയാണ് അത്. അതിനാൽ നിങ്ങൾ ഏത് ഭാഗത്തുകൂടി വന്നാലും ഞങ്ങൾ സജ്ജരാണ് എന്ന സന്ദേശം കൂടിയാണ് നിലവിലിപ്പോൾ രാഷ്ട്രപതി, സർവ്വസൈന്യാധിപ, സുപ്രീം കമാൻഡർ ഈ റഫേൽ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ട് വ്യക്തമാക്കുന്നത്. ബംഗ്ലാദേശിലൂടെയും മറ്റുമൊക്കെ തന്നെ നമ്മളെ പതിയിരുന്ന് പിന്നിലൂടെ കുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് മറ്റൊരു മറുപടി കൂടിയാണ് ഈ റഫേലിലുള്ള ഇപ്പോൾ സർവ്വസൈന്യാധിപയുടെ ഈ യാത്ര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇന്ത്യ സജ്ജമാണ്, സർവ്വസൈന്യാധിപ ഈ ലോകത്തിന് മുന്നിൽ അത് പ്രഖ്യാപിക്കുകയാണ്. ശ്രീകാന്ത്, സർവ്വസൈന്യാധിപ സുപ്രീം കമാൻഡറെയും വഹിച്ചുകൊണ്ടുള്ള റഫേൽ യുദ്ധവിമാനം അല്പസമയത്തിനകം തന്നെ പറക്കുമെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീകാന്ത്, എത്ര ദൂരം പറക്കും? നിലവിലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് ഈ സർവ്വസൈന്യാധിപയും വഹിച്ചുകൊണ്ടുള്ള വിമാനം അല്പസമയത്തിനകം പുറപ്പെടും എന്നുള്ളതാണ്. അതായത് ഇതിനോടകം തന്നെ രാഷ്ട്രപതി ബോർഡ് ചെയ്ത് കഴിഞ്ഞു. ഒപ്പം തന്നെ രാഷ്ട്രപതിക്കൊപ്പം സഞ്ചരിക്കുന്ന വൈമാനികൻ ബോർഡ് ചെയ്ത് കഴിഞ്ഞു. ആ വിമാനത്തിലേക്ക് ഘടിപ്പിച്ചിരുന്ന അതിലേക്ക് കയറുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു, അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനർത്ഥം അല്പസമയത്തിനകം വിമാനം പറന്നു പൊങ്ങാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ യുദ്ധവിമാനം സജ്ജമായി നിൽക്കുന്നു, റൺവേയിൽ സജ്ജമായി നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രപതിയെയും വഹിച്ചുകൊണ്ട് ഇത് ഒരു ഹ്രസ്വദൂര ഫ്ലൈയിങ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിലിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതായത് ഈ അംബാല എയർബേസിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലുള്ള ഒരു ഹ്രസ്വദൂര ഫ്ലൈയിങ് അതായിരിക്കും ഇപ്പോൾ രാഷ്ട്രപതിയെയും വഹിച്ചുകൊണ്ട് വ്യോമസേന പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വ്യോമസേനാ മേധാവി AP സിംഗ് അടക്കമുള്ളവർ ഇതിന് സാക്ഷികളായുണ്ട്. അദ്ദേഹം ഒപ്പം പറക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. നിലവിൽ വ്യോമസേനാ വൈമാനികനും രാഷ്ട്രപതിയും ഉൾപ്പെടെയുള്ളവർ ഇതിൽ കയറിയിട്ടുണ്ട്. വിമാനം പറന്നു പൊങ്ങാൻ പോകുന്നു. ഹ്രസ്വദൂര ഫ്ലൈയിങ്ങിനാണ് നിലവിലിപ്പോൾ വ്യോമസേന തയ്യാറെടുക്കുന്നത്. അത് സാധാരണ നടപടിക്രമം അങ്ങനെയാണ്. രാഷ്ട്രപതിയൊക്കെ തന്നെ അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാർ ഫ്ലൈ ചെയ്യുന്ന ഘട്ടങ്ങളിൽ അതൊരു ഹ്രസ്വദൂര ഫ്ലൈയിങ് ആയിരിക്കും. അതൊരു അവർക്ക് ആദരവർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കൊണ്ടുള്ള ഒരു ഹ്രസ്വദൂര ഫ്ലൈയിങ് സ്വാഭാവികമായും തിരഞ്ഞെടുക്കുന്നത്. മുൻപും ആ രീതിയിൽ തന്നെയായിരുന്നു. ഇപ്പോഴും അത്തരത്തിൽ ഒരു ഹ്രസ്വദൂര ഫ്ലൈയിങ്ങിനാണ് തയ്യാറെടുക്കുന്നത്. അംബാല എയർബേസിൽ നിന്നും ഇതാ വിമാനം കുതിച്ചു പൊങ്ങാൻ പോകുന്നു, പറന്നുയരാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് കയറുന്നതിന് വേണ്ടി സ്ഥാപിച്ചിരുന്ന ആ ഗോവണിയൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി വിമാനം റൺവേയിലൂടെ കുതിച്ചുയർന്ന് പൊങ്ങാൻ പോകുന്നു. ഇതൊരു ചരിത്ര നിമിഷമാണ്. അത് ഇവിടുത്തെ ഈ ഫെമിനിസമൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആ രീതിയിൽ കൂടി വേണമെങ്കിൽ നമുക്കതിനെ കാണാം, അനിൽ നമ്പ്യാർ. കാരണം
ഈ നമ്മുടെ നാട്ടിൽ ഫെമിനിസം ഒക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത് ഈ താലി ചുട്ടരിക്കലും അതോടൊപ്പം ശബരിമലയിൽ കയറുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേരളത്തിൽ ഈ ഫെമിനിസം എന്ന രീതിയിൽ പറയുന്നത്. അതുമല്ലെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ മതിൽ കെട്ടാനായി റോഡിന് ഇരുവശത്തും പോയി നിൽക്കണം, അതാണ് അവർ ഫെമിനിസമായി പറയുന്നത്. പക്ഷേ അതിലുമൊക്കെ മാസാണ് ദ്രൗപദി മുർമു കാണിക്കുന്ന, രാഷ്ട്രപതി കാണിക്കുന്ന ഫെമിനിസം. അതായത് സാന്താൾ ട്രൈബ്, ഒഡീഷയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗം, അതൊരു ട്രൈബൽ ബെൽറ്റാണ്. അവിടുത്തെ ഒരു ട്രൈബിൽ ജനിച്ച്, പക്ഷെ അവരുടെ ചരിത്രമൊക്കെ തന്നെ പറയുകയാണെങ്കിൽ അതൊരു വിശാലമായ ട്രൈബാണ്. അമ്പും വില്ലും ഉപയോഗിച്ച് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്ത പാരമ്പര്യമുള്ളവരാണ് സാന്താളികൾ എന്ന് പറയുന്നത്. ആ ട്രൈബിൽ ജനിച്ച് പട്ടിണിയും പരിവട്ടവും കൊണ്ട് വലഞ്ഞ ചെറുപ്പകാലം പിന്നിട്ട് പഠിച്ച് ഉന്നത ബിരുദം നേടി, ആദ്യം ഒരു ക്ലർക്കായി, പിന്നെ ഒരു അധ്യാപികയായി, അതിനിടയിൽ ഒരു പഞ്ചായത്ത് മെമ്പറായി തുടങ്ങി. ഓർക്കണം, ഒരു പഞ്ചായത്ത് മെമ്പറായി ഒരു വനവാസി വനിത തുടങ്ങി. ഏറ്റവും ഒടുവിൽ MLA ആയി, മന്ത്രിയായി, ഗവർണറായി, MP ആയി, ഒടുവിൽ പരമോന്നതമായ ഒരു പദവിയിലേക്ക്, രാഷ്ട്രപതി പദവിയിലേക്ക് എത്തി മാസ് കാണിച്ച ഫെമിനിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നയാളാണ് നമ്മുടെ സുപ്രീം കമാൻഡർ, നമ്മുടെ പ്രഥമ വനിത എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആ ഫെമിനിസം മറ്റൊരു തലത്തിലേക്ക് മാറുന്നു. അതായത് റഫേൽ യുദ്ധവിമാനത്തിൽ പറന്നു പൊങ്ങി അവർ ഈ രാജ്യത്തെ സ്ത്രീകളോട് പറയുന്നു, നിങ്ങളെ നയിക്കാൻ, മുന്നിൽ നിന്ന് നയിക്കാൻ ഞാനുണ്ട് എന്നുള്ള സന്ദേശം അവർ നൽകുന്നു. ഒന്നും അപ്രാപ്യമല്ല എന്നുള്ള സന്ദേശം ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് പകർന്നു നൽകാൻ കൂടി ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. റഫേൽ യുദ്ധവിമാനം അത് മുന്നോട്ടെടുക്കുന്നു. ദൃശ്യങ്ങൾ കാണിക്കുന്നത് അതാണ്. അവസാന സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും വഹിച്ചുള്ള റഫാൽ യുദ്ധവിമാനം മുന്നോട്ട് എടുക്കും നിമിഷങ്ങൾക്കകം. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹ്രസ്വദൂര പറക്കലാണ്, പക്ഷേ അത് നൽകുന്ന സന്ദേശം വലുതാണ്. യെസ്, റഫാൽ യുദ്ധവിമാനത്തിൽ പറക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. റഫാൽ യുദ്ധവിമാനം അംബാല വ്യോമതാവളത്തിൽ നിന്ന് മുന്നോട്ട് എടുത്തിരിക്കുകയാണ്. ഗൗതം, തുടരാം. സന്നദ്ധ ഇപ്പോൾ അംബാലയിലെ വ്യോമതാവളത്തിൽ നിന്നും ആ റഫേൽ വിമാനം പറന്നുയരാൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്പസമയത്തിനകം തന്നെ ഭാരതം മുഴുവൻ കാത്തിരിക്കുന്ന ആ ചരിത്ര നിമിഷം അത് സംഭവിക്കുകയാണ്. അല്പസമയത്തിനകം ആ വിമാനം, ആ പോർവിമാനം പറന്നുയരും. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ അഭിമാനകരമായ നിമിഷം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചത്, നാരീശക്തി എന്നത് കേവലം വാക്കിൽ മാത്രം ഒതുക്കുന്നതല്ല ഈ സർക്കാരിൻ്റെ കാലയളവ് എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം നാരീശക്തി എന്ന പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും പ്രായോഗിക തലത്തിൽ മുൻപ് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സർവ്വസൈന്യാധിപ തന്നെ ഒരു വനിതയായി എത്തുന്നു. ആ വനിത സൈന്യത്തെ നയിക്കുന്നു. ഭാരതത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ പോർ വിമാനങ്ങളിൽ ഒന്നായ റഫേലിൽ പറന്നുയർന്നുകൊണ്ട് ശത്രുവിനും ശത്രു രാഷ്ട്രങ്ങൾക്കും കൃത്യമായ സന്ദേശം കൂടി നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇപ്പോഴും സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. താൽക്കാലികമായ വെടിനിർത്തൽ കരാറുകൾ നമുക്ക് മുന്നിൽ ഉണ്ടായേക്കാം, അതിർത്തി താൽക്കാലികമായി ശാന്തമായേക്കാം, എങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷത്തിന് കളമൊരുങ്ങാം. കാരണം കഴിഞ്ഞ ദിവസം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു സൈനിക പരിപാടിയിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം സൈന്യത്തിന് മുന്നിൽ വെച്ച ഒരു കാര്യം, എപ്പോൾ വേണമെങ്കിലും യുദ്ധത്തിന് സജ്ജമാകൂ എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ്റെ പ്രകോപനം
ഒരു ഭാഗത്ത് മറ്റു ചില തലങ്ങളിൽ നടക്കുന്നുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും അനാവശ്യമായ പ്രകോപനങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ തിരിച്ചടിക്ക് എപ്പോൾ വേണമെങ്കിലും സജ്ജമാകണം എന്ന നിർദ്ദേശം നമ്മുടെ പ്രതിരോധ മന്ത്രി സൈന്യത്തിന് കഴിഞ്ഞ ദിവസം കൂടി നൽകിയിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അംബാലയിലെ എയർബേസിൽ നിന്നും ഭാരതത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ പോർവിമാനങ്ങളിൽ ഒന്നായ റഫേലിൽ സഞ്ചരിക്കുവാൻ രാഷ്ട്രപതി ഒരുങ്ങുന്നത്. ആ വിമാനം ഇപ്പോൾ റൺവേയിലൂടെ നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അല്പസമയത്തിനകം തന്നെ അത് ആകാശത്തേക്ക് പറന്നുയരും. സിഗ്നലുകൾ ഇപ്പോൾ റെഡിയാണ്. മറ്റ് വിമാനങ്ങളെല്ലാം ആ റൺവേയിൽ നിന്നും നീങ്ങുന്നു. അല്പസമയത്തിനകം തന്നെ ആ പോർ വിമാനം ആകാശത്തേക്ക് ഉയരും. എന്തായാലും ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രാഷ്ട്രപതി നമ്മുടെ കേരളത്തിലെത്തി ശബരിമലയിൽ സന്ദർശനം നടത്തി. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പൊതുപരിപാടികളിൽ പങ്കെടുത്തു. രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. അങ്ങനെ 3 ദിവസത്തെ കേരള സന്ദർശനത്തിന് ശേഷം മടങ്ങി ഇപ്പോൾ ഹരിയാനയിലെ അംബാലയിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു പോർ വിമാനത്തിൽ പറക്കാനൊരുങ്ങുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം എന്ന് പറയുന്നത് സംഘർഷങ്ങൾ പൊതുവെ ആകാശമാർഗം നടക്കുന്ന കാലഘട്ടം കൂടിയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെല്ലാം ആകാശമാർഗമാണ് രാജ്യങ്ങൾ അടിക്കുകയും തിരിച്ചടി നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അതിനാൽ വ്യോമസേനകളെ കരുത്തുറ്റതാക്കുക എന്നതാണ് പുതിയ യുദ്ധകാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതികൾ എന്നുള്ളത്. കാരണം ഇപ്പോൾ സംഘർഷങ്ങൾ മുഴുവൻ നടക്കുന്നത് ആകാശമാർഗമാണ് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഭാരതത്തിൻ്റെ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ 5 വ്യോമസേനകളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ഭാരതത്തിൻ്റെ വ്യോമസേനയാണ് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. മുൻപ് നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ചരിത്ര നേട്ടങ്ങളെപ്പറ്റി വിശദീകരിച്ചതാണ്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, 1971 ഇന്ത്യ പാക് യുദ്ധം, 1988 കാലത്തിൽ സിയാച്ചിനിലെ സൈനിക താവളം, ഇന്നവിടെയുള്ള സൈനിക താവളം അടങ്ങുന്ന ആ മേഖല പിടിച്ചെടുക്കുവാൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ ഓപ്പറേഷൻ മേഘദൂതിലൂടെ ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയിട്ടുള്ള ഇടപെടൽ. പിന്നീട് 1999 കാർഗിൽ യുദ്ധം, 2019 പുൽവാമയിൽ ഭീകരാക്രമണം നടത്തുന്ന ഘട്ടത്തിൽ അതിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ബാലാകോട്ടിൽ, പഞ്ചാബ് പ്രവിശ്യയിലെ ബാലാകോട്ടിൽ എയർ സ്ട്രൈക്ക് നടത്തിയ എയർഫോഴ്സിൻ്റെ ഇടപെടൽ. ഏറ്റവും ഒടുവിൽ ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് POJKയിലും അതോടൊപ്പം തന്നെ പഞ്ചാബ് പ്രവിശ്യയിലും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ പ്രത്യാക്രമണങ്ങൾ, ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു സൈന്യം നടത്തിയിട്ടുള്ള സുപ്രധാനമായ ഇടപെടലുകളുടെ ചരിത്രമാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. അതിനാൽ ഭാരതത്തിൻ്റെ വ്യോമസേന എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ 5 എയർഫോഴ്സുകളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭാരതത്തിൻ്റെ വ്യോമസേന ഉണ്ട് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഒപ്പം റഫേൽ വിമാനങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, ഫ്രാൻസിൽ നിന്നും ഭാരതം വാങ്ങിയ പോർ വിമാനങ്ങളാണ്. അത്യാധുനിക പോർ വിമാനമാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ശത്രു രാഷ്ട്രങ്ങൾക്ക് ചൈനയും അമേരിക്കയും ഒക്കെ സഹായം നൽകുന്ന ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ പോർ വിമാനങ്ങൾ നമുക്ക് വേണമെന്നുള്ളത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ നയമായിരുന്നു. കാരണം അത്തരത്തിൽ വിമാനങ്ങളൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഘട്ടത്തിൽ അതിനെ വിമർശിച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം ആളുകൾക്ക് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയൊക്കെ സമയത്ത് കൃത്യമായി തന്നെ എന്തിന് പ്രതിരോധ മേഖലയ്ക്ക് ഈ സർക്കാർ കൂടുതൽ ഊന്നൽ നൽകുന്നു എന്നതിന് കൃത്യമായ ഉത്തരമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു ഘട്ടത്തിൽ പ്രതിരോധ മേഖലയ്ക്ക് വലിയ തോതിൽ സാമ്പത്തികം നീക്കിവെക്കുന്ന ഘട്ടത്തിലൊക്കെ അതിനെ വിമർശിച്ച ആളുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ പോലെ നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ, നമ്മുടെ അതിർത്തികൾ ഭേദിച്ച് ഭീകരശക്തികൾ ഇവിടേക്ക് എത്തി ഇവിടെ മതത്തിൻ്റെ പേര് പറഞ്ഞ ആളുകളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഭാരതം നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ഒരു യുദ്ധം വിമാനം പറത്തുക എന്നുള്ളതല്ല, അതിലുപരിയായി രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് ഡോക്ടർ മോഹൻ വർഗീസ പറഞ്ഞിരിക്കുന്നു. അഭിമാന നിമിഷം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. ശ്രീകാന്ത്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ റഫാൽ യുദ്ധവിമാനം കാണുന്നില്ല. അംബാല എയർബേസിലെ റൺവേയിൽ ഇപ്പോഴും മുന്നോട്ട് എടുക്കുകയാണോ ഈ യുദ്ധവിമാനം? എന്താണ് ഏറ്റവും ഒടുവിൽ നൽകാൻ പറ്റുന്ന വിവരങ്ങൾ? റഫാൽ യുദ്ധവിമാനത്തിൽ പറക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തിൻ്റെ നാരി ശക്തി വിളിച്ചറിയിക്കുന്ന മറ്റൊരു
അസുലഭ മുഹൂർത്തം കൂടിയാണ് ഇത്. ഹരിയാനയിലെ അംബാലയിലെ എയർബേസിൽ നിന്നും റഫാൽ യുദ്ധവിമാനം മുന്നോട്ട് എടുത്തിരിക്കുന്നു. യുദ്ധവിമാനത്തിൽ കയറുന്ന, യുദ്ധവിമാനം പറത്തുന്ന മൂന്നാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. സമയത്തിനകം റൺവേയിൽ നിന്നും റഫാൽ യുദ്ധവിമാനം ഉയർന്നു പൊങ്ങും എന്നാണ് മനസ്സിലാവുന്നത്. റഫാൽ യുദ്ധവിമാനം ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങിയിരിക്കുന്നു. മഞ്ഞ് മൂടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു, ദൃശ്യങ്ങളിൽ അത് വ്യക്തമല്ല. ഗൗതം, പക്ഷേ ആ പോർവിമാനം ഇപ്പോൾ ആകാശത്തേക്ക് പറന്നുയർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ക്യാമറ ഇപ്പോൾ മാക്സിമം സൂം ചെയ്തുകൊണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുവാനുള്ള ശ്രമമാണ് ആ ക്യാമറാമാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുന്നത്. എന്തായാലും ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഭാരതത്തിൻ്റെ രാഷ്ട്രപതി സർവ്വസൈന്യാധിപ ഇപ്പോൾ ഭാരതത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ പോർവിമാനമായ റഫേലിൽ പറക്കുന്നു. അതും അംബാല എയർബേസിൽ നിന്നും ആ പോർവിമാനം പറന്നുയർന്നിരിക്കുന്നു. 2023 ഒക്ടോബർ മാസം 8-ാം തീയതി അന്നത്തെ എയർഫോഴ്സ് ഡേയിൽ ഭാരതത്തിൻ്റെ മറ്റൊരു പോർവിമാനമായ സുഖോയ് 13-ൽ ദ്രൗപദി മുർമു പറന്നതാണ്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും മറ്റൊരു പോർവിമാനമായ റഫേലിൽ പറന്നുയർന്നുകൊണ്ട് ശത്രു രാഷ്ട്രങ്ങൾക്ക് കൃത്യമായ സന്ദേശം, ഒപ്പം ഭാരതത്തിൻ്റെ വ്യോമസേനയ്ക്ക് വലിയ തോതിലുള്ള ആത്മാഭിമാനവും അഭിമാനവും പകർന്നു നൽകിക്കൊണ്ടുള്ള രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഒരു നീക്കം എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തി ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ഡൽഹിയിലെത്തിക്കഴിഞ്ഞാണ് ഇപ്പോൾ ഹരിയാനയിലെ അംബാലയിലെത്തിക്കൊണ്ട് ഈ പോർവിമാനത്തിൽ ദ്രൗപദി മുർമു പറക്കുന്നത്. അടുത്ത കാലത്ത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ഘട്ടത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ POJKയിലെയും അതോടൊപ്പം തന്നെ പഞ്ചാബ് പ്രവിശ്യയിലെയും ഒക്കെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ നടത്തിയ വലിയ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഭാരതത്തിൻ്റെ വ്യോമസേനയാണ്. അതിൻ്റെ അഭിമാനം വാനോളം ഉയർന്നു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ സർവ്വസൈന്യാധിപ ഇപ്പോൾ റഫേൽ വിമാനത്തിൽ പറന്നുയർന്നുകൊണ്ട് കൃത്യമായ സന്ദേശം ലോകരാഷ്ട്രങ്ങൾക്കും വിശേഷിച്ച് ഭാരതത്തിന് മേൽ ഇടയ്ക്കിടെ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ശത്രു രാഷ്ട്രങ്ങൾക്കും നൽകുന്നത് എന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റഫേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ പാകിസ്ഥാൻ പോലെയുള്ള നമ്മുടെ ശത്രു രാഷ്ട്രങ്ങൾക്ക് അമേരിക്കയൊക്കെ മുൻപ് നൽകിയിട്ടുള്ള F-16 പോലെയുള്ള പോർവിമാനമുണ്ട്. പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 പോർവിമാനങ്ങൾ F-16ഉം അതോടൊപ്പം തന്നെ J-17ഉമാണ്. അതിൽ F-16 എന്ന് പറയുന്നത് അമേരിക്ക നൽകിയതും J-17 ചൈന നൽകിയതുമാണ്. ഈ 2 വളരെ പ്രധാനപ്പെട്ട പോർവിമാനങ്ങളെ കവച്ചു വയ്ക്കാൻ കഴിയുന്ന, അതല്ലെങ്കിൽ അതിനേക്കാട്ടിൽ കൂടുതൽ ടെക്നോളജികൾ ഉള്ളതാണ് റഫേൽ. അതിനാൽ തന്നെയാണ് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടും ആ വിവാദങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് റഫേൽ പോലത്തെ പോർവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നും ഇവിടേക്ക് ഇറക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ്റെ F-16നെയും J-17നെയും ഒക്കെ കടത്തിവെട്ടുന്നതാണ് റഫേലിൻ്റെ ടെക്നോളജി എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം. അങ്ങനെയുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും കരുത്തുറ്റ പോർവിമാനത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപതി പറന്നുകൊണ്ട് കൃത്യമായ സന്ദേശം നൽകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. ഈ അംബാല എയർബേസിൽ നടക്കുന്ന ചടങ്ങിൽ ഇപ്പോഴത്തെ വ്യോമസേനയുടെ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലാവധി അടുത്ത കാലത്ത് അവസാനിക്കാൻ പോകുന്നു. അതിന് മുൻപ് അദ്ദേഹം പങ്കെടുക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങാണ് ഇപ്പോൾ ഈ അംബാലയിലെ എയർബേസിൽ നടക്കുന്നത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അനിൽ നമ്പ്യാർ. റഫാൽ യുദ്ധവിമാനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറക്കുന്നു എന്നുള്ളതാണ് അംബാലയിലെ എയർബേസിൽ നിന്ന് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് രാഷ്ട്രപതിക്ക് ഒപ്പം ഉണ്ട് എന്നുള്ളതാണ്.
നേരത്തെ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഭാരതത്തിൻ്റെ നാരീശക്തി വിളിച്ചറിയിക്കുന്ന മറ്റൊരു പ്രകടനം കൂടി. ഹ്രസ്വദൂര പറക്കൽ ആണ്. ദൃശ്യങ്ങൾ കാണാം നമുക്ക്. മൂടൽ മഞ്ഞുണ്ട്, അതുകൊണ്ട് തന്നെ വ്യക്തമല്ല. എങ്കിലും രാഷ്ട്രപതിയെയും വഹിച്ചുകൊണ്ടുള്ള റഫാൽ യുദ്ധവിമാനം ഇപ്പോൾ ആകാശത്തേക്ക് ഉയർന്ന് പൊങ്ങിയിരിക്കുന്നു. ഹരിയാന അംബാല എയർ ബേസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത്. ഗൗതം, ഇത് പാകിസ്ഥാന് കൂടി വലിയൊരു സന്ദേശം നൽകുകയല്ലേ? ആ രീതിയിൽ കൂടി കാണേണ്ടതല്ലേ? വല്ലാത്ത തോതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും നയതന്ത്ര ബന്ധമൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. സിന്ധു നദീജല കരാറിൽ നിന്ന് വരെ ഭാരതം പിന്മാറുന്ന അത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം കൈക്കൊണ്ടു എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരാക്രമണങ്ങൾ അത് നിർത്തണം എന്ന വലിയ താക്കീത് ഭാരതം പാകിസ്ഥാന് നൽകിയതാണ്. കുറച്ചുകാലം സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. 2019 പുൽവാമ ഭീകരാക്രമണം, അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രാഷ്ട്രപതിയെയും വഹിച്ചുകൊണ്ടുള്ള റഫേൽ പോർ വിമാനം ആകാശത്തേക്ക് പറന്നുയരുന്നതിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ ജനം TV എത്തിക്കുന്നത്. അംബാലയിലെ എയർബേസിൽ നിന്നും 1919 കാലഘട്ടങ്ങളിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം തൊട്ടടുത്ത കാലയളവുകളിൽ നിർമ്മിച്ച അംബാലയിലെ എയർബേസ് എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ വ്യോമതാവളമാണ്. ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയോട് ചേർന്നുള്ള ഹരിയാന സംസ്ഥാനത്താണ് അംബാല സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോർ വിമാനങ്ങൾ റഫേൽ മാത്രമല്ല, സുഖോയ് 30 ആണെങ്കിലും മിറാഷ് ആണെങ്കിലും ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് ആണെങ്കിലും ഇത്തരം പോർ വിമാനങ്ങളെല്ലാം ലാൻഡ് ചെയ്ത് അവിടെ നിർത്തി. അവിടെ കൃത്യമായിട്ട് തന്നെ അവിടെയുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനം ശത്രുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പറന്നുയർന്ന് അതിർത്തി മേഖലകളിലെത്തി ശത്രുവിനെ പ്രതിരോധിക്കുവാനും അതിർത്തി ഭേദിച്ചുകൊണ്ട് ശത്രുവിൻ്റെ പാളയത്തിലെത്തി അതിന് കനത്ത തിരിച്ചടി നൽകുവാനും കരുത്തുറ്റ ഭാരതത്തിൻ്റെ പോർ വിമാനങ്ങളെല്ലാം നിരന്നു കിടക്കുന്ന വ്യോമതാവളമാണ്. നമ്മുടെ രാജ്യ തലസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന ഹരിയാനയിലെ വ്യോമതാവളമാണ് അംബാല എന്നത്. ആ അംബാല എയർബേസിൽ നിന്നും ഭാരതത്തിൻ്റെ സർവ്വസൈന്യാധിപതിയെയും വഹിച്ചുകൊണ്ടുള്ള ആ പോർ വിമാനം ആകാശത്തേക്ക് പറന്നുയരുന്നതിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഈ ഘട്ടത്തിൽ ജനം TV എത്തിക്കുന്നത്. അനിൽ നമ്പ്യാർ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വന്നത് അടുത്ത കാലത്ത് ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, പ്രത്യേകിച്ച് പാകിസ്ഥാന് നൽകിയിട്ടുള്ള സന്ദേശം സംബന്ധിച്ചായിരുന്നു. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായി ഇപ്പോൾ വളരെ മോശം ബന്ധമാണ്. പാകിസ്ഥാൻ 1947 ആ രാജ്യം രൂപപ്പെടുന്ന കാലഘട്ടം മുതൽ തന്നെ പലതവണ ഭാരതവുമായി യുദ്ധമുണ്ടാവുകയും പാകിസ്ഥാൻ പരാജയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ 1999 കാർഗിൽ യുദ്ധത്തിന് ശേഷം പിന്നീട് ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാൻ തുടർച്ചയായി നടത്തി. നമുക്കറിയാം, ഒരു നിഴൽ യുദ്ധത്തിൻ്റെ സ്വഭാവമാണ് പിന്നീട് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. രണ്ട് രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. അതായത് 1999 കാർഗിൽ യുദ്ധത്തിന് ശേഷം പിന്നീട് രണ്ട് രാജ്യങ്ങളുടെയും സൈന്യം മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു സംഘർഷം എന്ന് പറയുന്നത് അടുത്ത കാലത്ത് നടന്ന ഓപ്പറേഷൻ സിന്ദൂറാണ്. അപ്പോൾ ഒരു വലിയ കാലയളവിൽ 99 ശേഷം ഇത്രത്തോളം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ബന്ധം മോശമാകുന്ന ഒരു കാലഘട്ടം അടുത്ത കാലത്ത് രൂപപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ പോർ വിമാനത്തിൽ പറന്നുകൊണ്ട് ശത്രു രാഷ്ട്രത്തിന് കൃത്യമായ സന്ദേശം നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല, നമ്മുടെ ഏറ്റവും തന്ത്രപ്രധാനമായ മിസൈലുകൾ പലതും, അഗ്നി പോലെയുള്ള മിസൈലുകളുടെ പരീക്ഷണം അടുത്തിടെ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ആകാശിൻ്റെയും പൃഥ്വി മിസൈലിൻ്റെയും ഒക്കെ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തുകയാണ്. അപ്പോൾ ഏത് നിലയിലുള്ള പ്രകോപനം ശത്രുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാലും അതിനെ
കൃത്യമായി തന്നെ പ്രതിരോധിക്കും എന്ന സന്ദേശമാണ് ഇത്തരം ഡിസ്പ്ലേകളിലൂടെ നമ്മുടെ സൈന്യം നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗൗതം, ഇപ്പോൾ ആ യുദ്ധവിമാനം, റഫാൽ യുദ്ധവിമാനം രാഷ്ട്രപതിയെയും വഹിച്ചുകൊണ്ട് പറന്നു വരുന്ന യുദ്ധവിമാനം ഇപ്പം വീണ്ടും എയർബേസിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന വാർത്തയും പുറത്ത് വരുന്നുണ്ട്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹ്രസ്വ പറക്കലിന് ശേഷം തിരിച്ച് എയർബേസിൽ എത്തിയിരിക്കുകയാണ്, അംബാല എയർബേസിൽ എത്തിയിരിക്കുകയാണ്. ഗൗതം, ആനന്ദനാരായണനും ശ്രീകാന്തുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.